ACP കാണാൻ എങ്ങനെ പോവും? 5 പേരും കൂടെ ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നെ? അനുവിനെ പറ്റി ചോദിച്ചാൽ എന്ത് പറയും? ആരവിന്റെ വിഷയമാണോ ആരതിയെ പറ്റി ചോദിക്കാനാണോ ACP വിളിപ്പിച്ചെന്ന് അറിയില്ലല്ലോ. എനിക്കൊരു ഡൗട്ട്. ഇനി നിനക്കെന്താ ഡൗട്ട്? അനു നമ്മുടെ കൂടെ ഇല്ലെന്ന് ACP അറിഞ്ഞു കാണുമോ? അവളുടെ മിസ്സിംഗ് കേസ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് അതിനെപ്പറ്റി ചോദിക്കാനാണോ വിളിക്കുന്നേ? ഈശ്വര, കുഴപ്പമായല്ലോ. അനു, ഇവിടുന്ന് തിരിച്ചു വന്നാൻ എന്തേലും വഴി കണ്ടിട്ടുണ്ടോ? അതിനെപ്പറ്റിയാ ഞാൻ ആലോചിക്കുന്നത്. അമ്മയെങ്കിലും CCTV ക്യാമറയിൽ നോക്കാൻ സാധ്യതയുണ്ട്. ക്യാമറ ഓഫാക്കാൻ ഞാൻ മറന്നുപോയി. ക്യാമറയിൽ അവർ നിന്നെ കാണുമെന്ന എന്റെ പേടി. അക്കരയോർത്തം പേടിക്കണ്ട. നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടുത്തെ എല്ലാ ക്യാമറകളും ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ആണോ? അതെന്തായാലും നന്നായി. എന്നെ കൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളും ഉണ്ടല്ലോ. അല്ല, ക്യാമറ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോ തന്റെ അമ്മയെങ്കിലും കണ്ടുപിടിക്കില്ലേ? എന്തായാലും പുറത്ത് പോയല്ലേ പറ്റൂ. ഒരുമിച്ച് ഇറങ്ങാനും പറ്റില്ല. ആദ്യേ നിന്നെ ഞാൻ പുറത്ത് കിടത്താം. അല്ല, അപ്പോ ക്യാമറ? ആ സമയത്ത് ക്യാമറയെല്ലാം ഞാൻ ഓഫാക്കിയിടാം. നീ പുറത്തു പോയതിനു ശേഷം എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഹോസ്റ്റലിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാം. അല്ല, താൻ വന്നോടനെ എന്തിനാ മടങ്ങുന്നെന്ന് തന്റെ അമ്മ ചോദിക്കില്ലേ? അത് ഞാൻ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞോളാം. നീ നീ എവിടെയെങ്കിലും ഒളിക്ക്. ഇവിടെ പോ. അയ്യോ, അമ്മയാ. നീ അങ്ങോട്ട് പോ. അങ്ങോട്ട് പോയി ഒളിക്ക്. ക്യാമറ യൂണിറ്റിൽ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാനോ? ഇല്ലമ്മേ, ഞാൻ ആ ഭാഗത്തേക്ക് പോയതേ ഇല്ല. ഇവിടെയുള്ള ഒറ്റ ക്യാമറയും വർക്ക് ചെയ്യുന്നില്ലല്ലോ. എനിക്കറിയില്ല, ക്യാമറ ചിലപ്പോ കേടായതായിരിക്കും. അന്ന് കേടായപ്പോ പുതിയ യൂണിറ്റ് വാങ്ങി വെച്ചതാ. അതെങ്ങനെ കേടാവും? നിന്നോടാ ചോദിച്ചേ ക്യാമറ എങ്ങനെയാ കേടായെന്ന്. എനിക്കറിയില്ലമ്മേ. നീ ഈ വീട്ടിൽ വന്നിട്ട് നിനക്ക് ഒന്നിലും ശ്രദ്ധയില്ലല്ലോ. ക്യാമറ കേടാക്കിയത് ഞാനാ. അതിനാ പാവത്തിന് എന്തിനാ വഴക്ക് പറയുന്നത്? അമ്മേ, ഞാൻ ഇന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാ. ഇന്ന് എന്നെ തിരിച്ചു പോകാനാണെങ്കിൽ നീ എന്തിനാ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? നീ ഇവിടെ വന്നതിന് പിന്നില് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? അമ്മേ, വന്ന കാര്യം ഇവരോട് പറയാനും പറ്റില്ല. ഇവരനുവിനെ സംശയിക്കുകയാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നീ തനിച്ച് വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടിൽ എനിക്ക് തനിച്ച് വന്നൂടെ അമ്മേ? അതെന്തിനാന്നാ ചോദിച്ചത്. അമ്മയും അങ്കിൾ ഇവിടെ ഇല്ലെന്നറിഞ്ഞപ്പോ കുറച്ച് മനസമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയോ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി എന്തിനാ ഇവിടെ നിക്കുന്നേ? ഞാനിപ്പോ തന്നെ പോവാ. ഞാനും നന്ദനുമാണോ നിന്റെ മനസമാധാനക്കേടിന് കാരണം? ആണോടി? പറയടി. അമ്മേ, സംസാരം മാത്രം മതി. കൈവച്ച അമ്മ അനുഭവിക്കും. ഞാൻ തിരിച്ചു പോവാ, എന്നെ തടയരുത്. ശരി, നീ പൊയ്ക്കോ. അതിനു മുൻപ് നമുക്കൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോണം. അഡ്വക്കേറ്റിനെ കണ്ട ശേഷം നീ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോ. ഞാൻ നിന്നെ വിട്ടേക്കാം. അഡ്വക്കേറ്റിനെ കാണാനൊന്നും എനിക്ക് താല്പര്യമില്ല. എടി, നീ എന്താ പറഞ്ഞത്? അഡ്വക്കേറ്റിനെ കാണുന്ന എന്തിനാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതിന് എന്നെ കിട്ടില്ലമ്മേ, ഞാൻ വരില്ല. നീ വരും. നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോകാൻ എനിക്കറിയാം. എന്നല്ലേ അമ്മ എന്നെ കൊണ്ടുപോയി കാണിക്കേ. അനു, അനുവിന്റെ അമ്മേ, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കൊണ്ടുപോകുന്നേ? അവളെ ചതിക്കാനല്ലേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങളുടെ ആ ചതി നടക്കാൻ പോകുന്നില്ലമ്മേ. നീ വരുമോ ഇല്ലയോ? തീരുമാനം ഇപ്പൊ പറയണം. തീരുമാനം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയിച്ചുതരാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അയ്യോ,